ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്ലൈം ചലഞ്ച് ആണ്. സ്ലൈം എന്തിനാന്ന് അറിയാമോ? ഒന്നും അറിയത്തില്ല. ഞാൻ കുറെ നേരം കൊണ്ട് ചോദിക്കുന്നത് എങ്ങനെയാടാ കൊച്ചു. എന്തുവാ സംഭവം ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറെ നാളായി. ഇതുവരെ ഉണ്ടാക്കിയില്ല കേട്ടോ. ഇത് കഴിക്കുന്ന ഒരു സാധനം വെച്ചാ ഇത് തിന്നും, കുടിക്കുന്നതാ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുമേ. എന്നിട്ട് ഇത് നമ്മള് കഷ്ണങ്ങളാക്കി തിന്നും. ആണ് അതില് തിന്നുന്ന സാധനം വന്നെങ്കിൽ ഫെവിക്കോൾ മേടിച്ചിട്ട് വരത്തില്ലല്ലോ. ഫെവിക്കോൾ വേറൊരു ആവശ്യത്തിനാണ്, ഇതിന്റെ കൂടെ ഉള്ളതല്ല, അത് വേറെയാണ്. ഇത് അതൊന്നും അല്ല ഐറ്റം. നിങ്ങളുടെ ഒരാളുടെ ഫോണിഞ്ഞെട്, ഞാൻ കാണിച്ചു തരാം അതെന്തിനാണ് സംഭവം. ഇതൊരു സാധനം, ഇതെന്ന് വെച്ചാലേ ഒരു കളിക്കുന്ന ഒരു സാധനമാണ്. പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു സ്ട്രെസ്സൊക്കെ റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കുന്നൊരു സംഭവമാണ്. ഇത് വളവളായിരിക്കും, ജെല്ല് കണക്ക്. കണ്ട, ജെല്ല് കണക്ക് ഇരിക്കും. സൗണ്ടൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇതിന്റെ. അതിനകത്ത് കളിക്കാം ഞെക്കി ഞെക്കി പീച്ചി. ഇത് ഏത് രൂപത്തിലായാലും നമ്മുടെ കയ്യിൽ ഈ സാധനം ഒട്ടത്തില്ല. പക്ഷെ അതിന് നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കണം. ഇതിനകത്ത് പിന്നെ നമുക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മിനുക്കിടാൻ പറ്റും. അത് കണക്ക് ഈ മറ്റേ തെർമോക്കോളിന്റെ ബോളില്ലേ, ഇതൊക്കെ ഇട്ടാൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. എന്ന് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴത്തേനും ഒരു ബബിൾ കണക്കൊക്കെ ആവും. മനസ്സിലായോ? പൊറോട്ടയൊക്കെ അടിക്കാം. പൊറോട്ടയൊക്കെ അടിക്കാം. തിന്നാനും പറ്റും. തിന്നാൻ പറ്റൂല, അത് അമ്മ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് രണ്ട് രീതിയിലാണ് സ്ലൈം ഉണ്ടാക്കാനായിട്ട് പോണത്. ഇത് വന്നിട്ട് ഒരു ബോക്സ് ആണ്, ഇതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. പശ വെച്ചിട്ടും നോർമലായിട്ടും ഉണ്ടാക്കാൻ പറ്റും ഈ സാധനം. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് അതിനകത്ത് ഇടുമ്പോഴത്തേനും അതും സ്ലൈം ആവുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഫെവിക്കോളും വെച്ച് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഈ ഒരു കിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം രണ്ട് രീതിയിലാണ് നമ്മൾ സ്ലൈം ഉണ്ടാക്കാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇത് പശയാണ് കേട്ടോ, ഗ്ലൂ ആണിത്. 3 കളർ ഗ്ലൂ ഉണ്ട്. ആക്ടിവേറ്റർ, ഇത് ഒഴിക്കുമ്പോഴാണ് സ്ലൈം ആവുന്നത്. ഇത് പശയല്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് 3 ടൈപ്പ് ഗ്ലിറ്റർ വരുന്നുണ്ട് കേട്ടോ. പച്ച, ഗോൾഡൻ കളറ്, വയലറ്റ് കളറ്, 3 കളറ് സാധനം വരുന്നുണ്ട്. ഇത് വെള്ളത്തിൽ ഇടുന്നതാണോ ഉണ്ട? എനിക്കൊന്ന് ഈ സാധനമേ വെള്ളത്തിൽ ഇതിനകത്ത് ഇടുമ്പോഴത്തേനും വലുതാവുന്നു ഒന്ന്. നമ്മൾ കണ്ടിട്ടില്ലേ സാധനം? അപ്പം ഇതൊക്കെയാണ് ഐറ്റം. അപ്പം നമുക്ക് തുടങ്ങാം. ഈ കളർ ചൂസ് ചെയ്യാം കേട്ടാ. അച്ഛൻ ഏത് കളറാണ് ഇഷ്ടം? നമുക്കൊരു കാര്യം ചെയ്യാം, ഞറക്കിട്ട് എടുക്കാം. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഞറക്കിടാം. ഇതിനകത്ത് 3 കളറും 3 ലോട്ടാക്കിയിട്ടുണ്ട്. അപ്പം എടുത്തോ. എടുക്കുന്നത് താല്പര്യമില്ലേ? ഈശ്വര, എനിക്ക് പിങ്ക് കിട്ടണേ. ഓ കറക്റ്റ്, എനിക്ക് പിങ്ക്. എനിക്ക് ബ്ലൂ. അമ്മയ്ക്ക് നീലല്ലായിരുന്നു അല്ലേ പറഞ്ഞ? അപ്പൊ എടുത്തോ. ഇത് ബ്ലൂ അമ്മയ്ക്ക്, അച്ഛന് യെല്ലോ, എനിക്ക് പിങ്ക് കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്, ടേബിളിൽ തന്നെ ഉണ്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മിക്സ് ആക്കരുത്. അവരവരുടെ ഏരിയ ഉണ്ട്, ഇത്ര ഓക്കെ, അവിടെ ഉണ്ടാക്കിക്കോണം. എനിക്ക് ഇത്ര ആദ്യം അച്ഛൻ ഒഴിക്കട്ടെ. പശ തന്നെ കേട്ടോ, ഇനി പശയല്ലേ? നല്ല മണം. ഇനി അമ്മ ഒഴി. ഇനി ഞാൻ ഒഴിക്കാം പിങ്ക്. ഓ അടിപൊളി. ഇനി ഇതിനകത്ത് ഇത് ഒഴിക്കുമ്പോഴാണ് അതെ അതൊന്ന് അച്ഛ ഒഴിച്ചോ. ആക്ടിവേറ്റർ ആണ് കേട്ടോ. ഇത് ഒഴിക്കുമ്പോഴാണ് സ്ലൈം ആവുന്നത്. ഓക്കെ എത്ര മതി? ഇതുവരെ ഒന്നും ഇത് വെച്ചൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. കുഞ്ഞിലൊന്നും ഇല്ലായിരുന്നല്ലോ ഈ സാധനം ഒന്നും. ഇതിങ്ങനെ ഉണ്ടാക്കി വരുന്ന കാണാൻ നല്ല ഭംഗിയാ. അച്ഛൻ ഇച്ചിരി കുറഞ്ഞു പോയെന്നല്ലേ? ഇച്ചിരി ഒഴിച്ചേക്കാം. എനിക്ക് ഇത്തിരി വേണം. ഇവിടെ അതെയാ? നമുക്കിനി മിക്സ് ചെയ്യാം. വാച്ച് ഇട്ടോ, കൈ ഒരു കൈ ചങ്ങലാക്കിയാൽ മതി. ഇളക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ജെല്ലി പോലെ ആയടാ ഇത്. ഇതിന്റെ സൗണ്ട് കൊള്ളാം. ഇങ്ങനെ വെളുവളായിരിക്കണ്. അത് നല്ല മിക്സ് ചെയ്യാച്ചാ. സത്യമായിട്ട് ഇത്
നിനക്ക് വീഡിയോയിൽ എന്തോ ഒരു ഇതാവുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കാണാൻ നല്ല രസം. നല്ല രസമുണ്ടല്ലേ. എന്തോ ഇത് ഞാൻ ഇതിനെ ആയി എന്റെ ഓമനക്കുട്ടൻ പൊന്നുമോനെ നല്ല ഭംഗി കേട്ടോ. ആയി ചെറിയത് വീട് നോക്ക്. നല്ല രസം. കളിക്കാൻ കൊള്ളാം ഇത്. ഇങ്ങനെ ആക്കുമ്പോ കലി വരുന്നു. എന്തോ ഒരു ഇത് ഫുള്ളിങ്ങനെ ഉരുട്ടി ഉരുട്ടി തിന്നാൻ തോന്നുന്നു. ഇതിന്റെ സൗണ്ട് കറക്റ്റ് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇങ്ങനെ നോക്കിയോ. അത് ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവം. മാല വൻ സ്ലൈം മേക്കിംഗ്. കൊച്ചിലെ നിനക്ക് കളിക്കാനുള്ളതായിരുന്നു. കുഞ്ഞിലേക്ക് കളിക്കാനുള്ളായിരുന്നു. അതിനുള്ള സാഹചര്യം നമുക്ക് ഇല്ലായിരുന്നു. കളിക്കുന്നു. ഇപ്പൊ നമ്മള് 3 പേരും കൂടെ നമുക്ക് ആർക്കും ഇത് കിട്ടിയിട്ടില്ല അല്ലേ? കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോ കളിക്കുന്നു. സൂപ്പർ സാധനം. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ സാധനങ്ങളായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 ഗ്ലിറ്റർ ഉണ്ട്. ഗോൾഡൻ അച്ഛന് ചേരത്തില്ല. പച്ച മതി അച്ഛന്. അച്ഛന് പച്ച ഗ്ലിറ്റർ. അമ്മയ്ക്ക് ഏതാ? സ്വർണം. സ്വർണം. ഓക്കെ, ഇനി മിക്സ് ചെയ്തോ. ഇതെന്തിനാ ഒരു സ്റ്റാർ പോലത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതും കൂടെ നമുക്ക് ഇടാം. ഇല്ലട്ടെ അച്ഛാ, കടുപ്പ് ഇത്ര മതിയാ? ഇതും ഇടാം. അമ്മയുടെ ഇതെന്തോ ഒരു ബബിള് പോലത്തെ ഒരു ഐറ്റം ആണേ. ഇത് വികസിച്ച് വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി നമ്മൾ ചെയ്തതിലെന്തോ. അയ്യോ, എല്ലാം ഇതിനകത്ത് തട്ടി. സോറി, ഇതിനകത്ത് കൂടിപ്പോയി. അമ്മയുടെ നീല പോയവാ, വേറെ കളറായി. എന്റെ നിറം മാറിയേട്ടാ. എനിക്ക് കുറച്ചുകൂടെ ഇച്ചിരി കൂടെ ടർപ്പ ഒഴിക്കട്ടെ. ഇത് പുതിയൊരു സൈസിലെ പാമ്പ്. അച്ഛ, അമ്മയുടെ പാമ്പായ പാമ്പ് 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 ഇവിടെ വന്ന് ചുരുണ്ട്. ഓ, ആ സാധനം ഇട്ടപ്പോഴേ അത് കണ്ട, ഇതിനകത്തിട്ട ആ ബബിള് വലുതായി. ഇട്ടപ്പോ ചെറുതായിരുന്നു. ഇതെന്തിനാ? പാമ്പാണാ? ഇത് ഞാൻ ഉണ്ടാക്കിയതാ. പാമ്പ് പോലത്തെയാ. കറക്റ്റ് പാമ്പ ചാച്ചന്റെ. പച്ചില പാമ്പ്. അല്ലേ? ഇത്ര ഉള്ളു കേട്ടോ സംഭവം. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് എല്ലാവരും. അപ്പം ആരുടേതാണ് സൂപ്പർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് അമ്മയുടേത്, ഇത് എൻ്റെത്, ഇത് അച്ഛൻ്റെത്. എനിക്കത് അച്ഛൻ്റെ ആണെന്ന് നല്ല ഭംഗി അല്ലേ? പത്തിക്കാരൻ. അമ്മയുടെ ഒരു സ്വർണ്ണ കളർ. അമ്മ ഒഴിച്ചത് നീലയായിരുന്നു, പക്ഷെ ഇപ്പം സ്വർണ്ണമായി. പച്ച മിക്സ് ആണ് അമ്മയുടെ ഇച്ചിരി. കണ്ടോ? കൊള്ളാം കേട്ടോ, കളിക്കാൻ രസമുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചാക്കി. ഇനി മിക്സ് ചെയ്, ഇളക്ക്. കളിച്ച് അളമ്പ് കളി. എല്ലാരും കൊള്ളയൊക്കെ മേടിച്ച്. എന്റെ ഞാൻ വേറൊരു ഷേപ്പിലാക്കാൻ വെച്ചിരുന്നു. അത് എല്ലാവരും പന്നലായി. കൊള്ളത്തില്ല. നോക്കിയേ, ഇത് പെരുമ്പാമ്പ്. കൊള്ളാല്ലേ? ഇത് അച്ഛൻ കളിച്ച് മടുത്തില്ലത്. ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും കേട്ടാ. ഇനി ഗുളുഗുളൂന്ന് ഇരിക്കുമല്ലേ. വേറെ കളറായില്ലേ എല്ലാം കൂടെ ഒരുമിച്ച്. പക്ഷെ ഈ പിള്ളേരൊക്കെ കളിക്കാൻ കൊടുക്കുമ്പോൾ വായിലൊക്കെ എടുത്ത് വെക്കാൻ നോക്കണം കേട്ടോ. പഠിക്കാളെ ബെന്നിനാകട്ടെ.
അച്ഛന്റെ ഷഡ്ഡി കീറി. വേറൊരു പിച്ചക്കാരന്റെ ചെല്ലി മടുത്ത കളിച്ച് അണ്ടർവെയർ, അമേരിക്കൻ അണ്ടർവെയർ. ഇങ്ങനെ പിടിച്ചിങ്ങനെ കയ്യിലോട്ട് വെച്ചിട്ടിങ്ങനെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഡേയ് എനിക്ക് വേണ്ട മുത്തല്ല പൊഴിച്ചടേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോണത് ഫെവിക്കോൾ വെച്ചിട്ട് സ്ലൈമാണ്. ഞാൻ പറഞ്ഞല്ലോ 2 രീതി ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ മറ്റേ മിക്സ് ആയിരുന്നു. ഇനി നമ്മൾ മാനുവലി നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അതുപോലെ സ്ലൈം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. 1-2 വീഡിയോ കണ്ടിട്ട് അതുപോലെ കായായിരുന്നു. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്. ഇത് ചിലപ്പോൾ എല്ലാം പരീക്ഷണമാണ്. അപ്പം ഇത് ആവോ ഇല്ലയെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് ഫെവിക്കോൾ മറ്റേ തടി ഒട്ടിക്കുന്നതല്ല, പേപ്പർ ഒട്ടിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ശാസ്ത്രജ്ഞൻ പ്രദീപ് ചെയ്യുന്നോ അതോ ശാസ്ത്രജ്ഞൻ കൊച്ചു? അപ്പം നമുക്ക് തുടങ്ങാം. ഇത് പൊട്ടിക്കട്ടെ. ഇല്ല അതങ്ങനെ മതി. അയ്യോ ഇല്ല അത് പൊട്ടിക്കണ്ടേ? അല്ല ഇങ്ങനെ തുറക്കാം. അങ്ങനെ ഒഴിക്കാവേ. നല്ല ശുദ്ധമായ ഫെവിക്കോൾ. ഞാൻ പറഞ്ഞ് നല്ല ശുദ്ധമായ പശു പാലം. അത് ഞാനല്ല, അത് കുപ്പിയാണ്. അത് ഞാനല്ല, അത് കുപ്പിയാണ്. ഇത് നീയാണ് ഉറപ്പായിട്ട്. ഈ അച്ഛൻ്റെ കാര്യം ഇല്ലല്ല പറഞ്ഞാണ് രാവിലെ കിഴങ്ങുള്ളിൽ നിന്ന് വാരി തിന്നല്ലേ. ഫുള്ള് ഒഴിച്ചേട്ടാ. ഇത് വാരി കുടിച്ചാൽ ചത്തു കയ്യിലാക്കിയിട്ട് മൊത്തത്തിൽ ഒട്ടിച്ചിട്ട് വലിച്ചിളക്കും. അതൊക്കെ ചെയ്തിട്ടുണ്ടോ അച്ഛൻ? അച്ഛൻ്റെ കൊച്ചിലെ ഫെവിക്കോൾ ഇല്ലായിരുന്നല്ലേ? നിങ്ങളുടെ പണ്ടെന്തിനാ ഒട്ടുകറായിരുന്നോ? വട്ടക്കറ. ഇവരൊക്കെ മറ്റേ പ്രാചീനം ആദിമം ചോറ് വെച്ചോട്ടിക്കുവായിരുന്നില്ലേ ബുക്കിലൊക്കെ അല്ലേ? മൈദാമാവില്ലേ, അത് ചൂടുവെള്ളത്തിന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ. ഇനി നമുക്ക് മറ്റേ അതിനകത്ത് ഒഴിച്ച ആക്ടിവേറ്റർ ഇല്ലേ, അത് ഒഴിക്കുമ്പോഴാണ് സ്ലൈം ആവുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയാണെന്നറിയാവോ? ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ കുറച്ച് എടുത്താൽ മതി. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അയ്യോ ശാസ്ത്രജ്ഞൻ ഇത് കരണ്ടി എടുക്കാൻ മറന്നുപോയി. കരണ്ടി എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് മിക്സ് ചെയ്യാം നല്ലോണം. കുറച്ചുകൂടെ വേണോ? മതിയായിരിക്കും. ഇനി നമുക്ക് ഇതെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാവേ. ഇപ്പം ആക്റ്റീവ് ആവും. മതി ഓടിയോ പിന്നെ ഒട്ടും. ഇനി നമുക്കിത് ഇളക്കാം. ഗുളുകുളു പോലെ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടാക്കാൻ നല്ല രസം ഗൈസ്, സത്യമായിട്ടും. ഇതിപ്പോൾ ദോശ അമ്മ ചട്ടി ചൂടാക്ക്. ദോശ ഇപ്പം സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ. റബ്ബർ ഷീറ്റ്. അച്ഛാ ഇങ്ങനെയാണ് റബ്ബർ ഷീറ്റ് ഉണ്ടായത്. സെറ്റായിപ്പോ. ഈ കളർ അടിപൊളി. ഫെവിക്കോളിന്റെ മണം ഭയങ്കര. സെറ്റായി കേട്ടോ. പക്ഷെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല മറ്റേ അത്ര ശരിയാ. ഉച്ചക്കൂടെ മയ ഇതാക്ക്. ഞാൻ ആകും. പിന്നെ എന്നാ ഞാൻ എൻ്റെ എടുക്കും. അച്ഛ അടകച്ചാ നിനക്ക് മാത്രമേ ഞാൻ പിടിക്കും. അച്ഛ ഇതിനകത്ത് ആവു വെച്ചാ. നിങ്ങൾ വേറെ ഉണ്ടാക്കട്ട്. ഭയങ്കര രസം കേട്ടോ. നോക്കിയാ കറക്റ്റ് ഇപ്പം സെറ്റായി. റബ്ബർ ഷീറ്റാണത്. ഇതിനകത്ത് നമ്മൾ കളർ ആഡ് ചെയ്തില്ലല്ലോ അച്ഛാ. ഒരു കാര്യം ചെയ്യാം, ഇത്ര ഉണ്ടാക്കാം. അവിടെ വെച്ചേക്കടേ. കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കളർ ചേർത്ത് വെക്കാം. അയ്യോ ഇത് ആദ്യമേ കളർ ഒഴിക്കണമായിരുന്നു തോന്നുന്നല്ലേ. ഇനി കളർ ആവൂന്ന് അറിഞ്ഞൂടാ. ഇവർ രണ്ടുപേരും കൂടെ അച്ഛൻ ഇന്ന് തുറക്കൂ അച്ഛാ. അച്ഛാ പ്ലീസ് ഇന്ന് തുറക്കുമോ? അച്ഛൻ കളിക്കുക. തുറക്ക്. എന്റെ കൈ എന്നെ പോണു. നിന്റെ ഉണ്ട എടുത്തിട്ടുണ്ടാക്കുന്ന പോ. ഇച്ചിരിയേ ഉള്ളു. ഓക്കെ ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഓക്കെ. പക്ഷെ മറ്റേതിൻ്റെ അത്ര ഇതില്ല, കുറച്ചുകൂടെ കട്ടിയുണ്ട്. ഇത് 10-ൽ 5 മാർക്കൊക്കെ. 5 ഇല്ല. ഇതില്ല റബ്ബറിന്റെ ഷീറ്റ് കണക്ക് ഇങ്ങനെ വരണം. ഇങ്ങനെ ആയിപ്പോടെ ഇത്. ഇതത്രയ്ക്ക് അങ്ങോട്ട് അത്ര സെറ്റ് ആയില്ല. മറ്റേ ആയിരുന്നു സൂപ്പർ.
നമുക്ക് ഇതിനകത്തെ കളർ ആഡ് ചെയ്ത് നോക്കാം. ഓറഞ്ച് കളറാണ് കേട്ടോ. അതിന് നമുക്ക് വേറെ സാധനം ആഡ് ചെയ്യാം. ഇതിനെ കൊണ്ട് മിക്സ് ചെയ്യാം. എൻ്റെ കൈ കുളമായില്ല ദൈവമേ. എന്തോ ഒരു സംഭവം കൂടി, ആക്ടിവേറ്ററോ എന്തോ ഒരു സംഗതി കൂടി. ഇത് ഫ്ലോപ്പായി കേട്ടോ. ഒക്കത്തില്ല. കളറാ കളർ കൂടി ആയില്ല കേട്ടോ. ഇത് അത്ര വർക്കായില്ല, അത് ഇങ്ങനെ ആയിപ്പോയി. അത് ശരിയായില്ല. അത് ഇതും കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കും. ഇതിനകത്ത് അച്ഛൻ്റെ എടുത്തേട്ടാ. അതെന്തോ പരിപാടിയത്. എന്നാലും ഇത് ഓക്കെ അല്ല, ഇത് സ്ലൈം ആയില്ല. നോക്ക്, ഇത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരുമോ? ഇത് സെറ്റോടെ ഇതായില്ല. ഇങ്ങനെ വരണം, ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വരണം. പിടിക്കട്ടെ. അച്ഛന്റെ ശാസ്ത്രം ജയിച്ചു. എപ്പോഴും നീ ഞാൻ അതെല്ലാം കൂടെ ഒന്നാക്കി. എല്ലാം നശിച്ചു. ഞാൻ എല്ലാം മിക്സ് ചെയ്തേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു ട്രൈ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെ സ്ലൈം ഒന്നും ഞാൻ മേടിച്ച് നമ്മൾ ചെയ്തിട്ടില്ല. കുഞ്ഞിനെയും കിട്ടിയിട്ടില്ല ഈ സാധനം ഒന്നും. അപ്പോൾ ഇത് കളിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടൊന്നും ഇതില്ല. ഇതൊക്കെ പിന്നെ ഇപ്പോഴൊക്കെയാണ് വന്നത് ഈ സ്ലൈമൊക്കെ അല്ലേ. കൊള്ളാം. പിന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയല്ലേ. വെറുതെ ഇരിക്കുവാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഞെവിടി ഒരു അതിനൊക്കെ പകരം യൂസ് ചെയ്യാം. അതെ അതെ, കൊള്ളാം കേട്ടോ, നല്ലൊരു സാധനം. പിന്നൊരു കാര്യം, പണ്ടൊന്നും ഇത് ഇല്ല ഞാൻ കാര്യമായി നമ്മളൊക്കെ എടുത്ത് കുടിച്ചേനെ തിന്നേനായിരുന്നു. ഓക്കെ അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? കൊള്ളായിരുന്നു. രസമില്ലായിരുന്നു? മൊത്തം കൊള്ളായിട്ട് ഇതെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ബൈ.